+1 +2 സി ബി എസ് സിയിൽ പഠിക്കുന്ന കുറേ കുട്ടികളുടെ സംശയമാണ്, സാർ എക്സാമിനറിൻ്റെ +1 +2 ബാച്ച് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സ്റ്റേറ്റ് സിലബസിൻ്റെ ബാച്ച് അല്ലേ? സി ബി എസ് സിക്കാർക്ക് വേണ്ടി വെറുതെ അഡ്മിഷൻ എടുക്കുന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് സി ബി എസ് സി ബാച്ച് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനും അലൻ സാർ ഒക്കെ സി ബി എസ് സിയിലാണ് പഠിച്ചത്. +2 വരെ നമ്മൾ സി ബി എസ് സിയിലാണ് പഠിച്ചത്. മാത്രമല്ല നമ്മൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്, സി ബി എസ് സി കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സി ബി എസ് ഇ സ്റ്റേറ്റ് ആ ഒരു വേർതിരിവ് അത് ആക്ച്വലി 10th വരെ ഉള്ളൂ. 10th വരെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സിലബസ് വേറെയാണ്, ടെക്സ്റ്റ് ബുക്സ് വേറെയാണ്, എക്സാംസ് ഒക്കെ വേറെയാണ്. പക്ഷേ വൺസ് നിങ്ങൾ +1 കയറിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് കാര്യം, സ്റ്റേറ്റ് ആയിക്കോട്ടെ സി ബി എസ് ഇ ആയിക്കോട്ടെ, നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്സ് പക്ക സെയിം ടെക്സ്റ്റ് ബുക്കാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അത് സാർ എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ ആയിരിക്കുമോ? അല്ല. ഫിസിക്സിൽ അങ്ങനെയാണ്, കെമിസ്ട്രിയിൽ അങ്ങനെയാണ്, ബയോളജിയിൽ അങ്ങനെയാണ്, മാത്സിൽ അങ്ങനെയാണ്. എന്നാൽ ലാംഗ്വേജസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവും. കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഫിസിക്സും ബയോളജി, മാത്സ്, കെമിസ്ട്രി, മെയിൻ 4 സബ്ജക്ട്സിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കും സിലബസും 100% സെയിം ആണ്. അപ്പോൾ സിലബസിൽ ഒരു ഡിഫറൻസും അവിടെ വരുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡിഫറൻസും അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് വരും? ഒരു ഡിഫറൻസും വരില്ല. എന്താണോ സി ബി എസ് സി കുട്ടികൾക്ക് എടുക്കേണ്ട ക്ലാസ് അത് തന്നെയായിരിക്കും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് എടുക്കേണ്ട ക്ലാസ് വരിക. കാരണം രണ്ടും NCERT ടെക്സ്റ്റ് ബുക്കാണ്, അതാണ് സിലബസ്. അപ്പോൾ അത് നമ്മൾ ഫുൾ കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ ഈ സബ്ജക്ട്സിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ അഗ്നി ബാച്ച് ആയിക്കോട്ടെ വേറെ ബാച്ച് ആയിക്കോട്ടെ ക്ലാസ് സെയിം ക്ലാസ് ആയിരിക്കും. ഇനി സാർ ക്ലാസ് സെയിം ആണെന്ന് നോക്കി മനസ്സിലായി, സിലബസ് സെയിം ആണ്, പക്ഷേ എക്സാമിൻ്റെ പാറ്റേൺ സെയിം ആണോ? അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +1 +2 ഡിഫറൻസ് ഉണ്ട്. +2 നമ്മൾ നോക്കുകയാണെങ്കിൽ സി ബി എസ് സിയും സ്റ്റേറ്റും തമ്മിൽ സി ബി എസ് സിക്കാരുടെ ബോർഡ് എക്സാം നടത്തുന്നുണ്ട്, സ്റ്റേറ്റ് സിലബസിൻ്റെ ബോർഡ് എക്സാം നടക്കുന്നുണ്ട്. പാറ്റേണിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ടൊരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് സെയിം ആണെങ്കിലും NCERT ടെക്സ്റ്റ് ബുക്ക് സെയിം ആണ്, എല്ലാം സെയിം ആണെങ്കിലും സ്റ്റേറ്റ് സിലബസുകാർ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വേറെയാണ്, സി ബി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വേറെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ +2 ഏരിയ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ബാച്ച് എടുത്ത് കഴിയുമ്പോൾ എന്താണ് കാണാൻ പറ്റുക? സ്റ്റേറ്റ് സിലബസിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് വർക്ക് ഷീറ്റും, നിങ്ങൾ സി ബി എസ് സിയിലാണ് പഠിക്കുന്നതെങ്കിൽ സി ബി എസ് സി കോർണർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വർക്ക് ഷീറ്റ്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്നത്, ക്ലാസ്സിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൂടാതെ സ്റ്റേറ്റ് സിലബസിന് സെപ്പറേറ്റ് PYക്കും സി ബി എസ് സിയുടെ സെപ്പറേറ്റ് PYക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യത്തിലും സിലബസിൻ്റെ കാര്യത്തിലും നിങ്ങൾ സെയിം ആണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം? അത് ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ സാർ ക്ലാസ്സിൽ ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്യിപ്പിക്കുക? അല്ല, ക്ലാസ്സിൽ നമ്മൾ NCERT ആണ് ചെയ്യുക. അതിലവിടെ NCERT നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുക. അതിൽ സ്റ്റേറ്റ് സിലബസിന് എങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ കസ്റ്റമൈസ് ചെയ്യില്ല. പഠിപ്പിക്കേണ്ട കാര്യം പഠിപ്പിക്കും, പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തരും. അല്ലാണ്ട് വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്തോളാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരും, നിങ്ങൾക്ക് മനസ്സിലാവും. +1 വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. +1 വരുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം സെയിം ആണ്, അതായത് ക്ലാസ് സെയിം വരുന്നു, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം വർക്ക് ഷീറ്റ്സ് സെപ്പറേറ്റ് ആണ്. ഇനി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ +1 സ്റ്റേറ്റ് സിലബസിൽ എന്തുണ്ട്? ബോർഡ് എക്സാം ഉണ്ട്. കേരള സ്റ്റേറ്റ് ബോർഡ് ഒരു ബോർഡ് എക്സാം നടത്തുന്നുണ്ട്. എന്നാൽ സി ബി എസ് സിക്ക് അങ്ങനെ ബോർഡ് എക്സാം ഇല്ല, ഒരു സെൻട്രലൈസ് ബോർഡ് എക്സാം ഒന്നും ഇല്ല, നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന പരീക്ഷയുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ PYQ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, സി ബി എസ് സിക്കാർക്ക് PYQ ഇല്ല. അപ്പോൾ സാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ PYQ ചെയ്തിട്ട് കാര്യമില്ല, കാരണം PYQ ഇല്ല, അത് തപ്പിപ്പോയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ തരുന്ന സി ബി എസ് സി കോർണറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് കുറേ നമ്മൾ തരും, +2നേക്കാളും കൂടുതൽ തരും, കാരണം നിങ്ങൾക്ക് PYQ ഇല്ലാത്തതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നമ്മൾ തരും. അത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് ചെയ്യാം. ഇനി അത് നമുക്ക് നിങ്ങളുടെ സ്കൂളിൽ വരുന്ന പരീക്ഷയായിട്ട് സെയിം ആയിട്ട് ആക്കാൻ പറ്റും? ഒരിക്കലും ആക്കാൻ പറ്റില്ല. കാരണം സി ബി എസ് സി +1 കാര്യത്തിൽ ഒരു ട്രിക്കി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്കൂളും ഓരോ പോലെയാണ്. കാരണം ആ സ്കൂളിൽ തീരുമാനിക്കാം അവർക്ക് എന്ത് ചോദിക്കണം എന്നുള്ളത്. ആ സ്കൂളിലെ ടീച്ചേഴ്സ് സെറ്റ് ചെയ്യുന്ന പേപ്പറായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ലെവൽ ഓഫ് പേപ്പർ ആയിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ സെറ്റ് ചെയ്യുക. വേറൊരു സ്കൂളിൽ വേറെ ടീച്ചറായിരിക്കും പഠിപ്പിക്കുന്നത്, അപ്പോൾ അവർ പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കും അവർ പേപ്പർ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിലൊരു യൂണിഫോമിറ്റി ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ +1 കുട്ടികളുടെ അടുത്ത് സാർ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു എന്താണ് ഒരു സജഷൻ കേട്ടിട്ടുണ്ട്, സാർ ഞങ്ങളുടെ സ്കൂളിൽ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പഠിപ്പിക്കും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പഠിപ്പിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ്. നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുക, അത് മനസ്സിലാക്കുക, പരീക്ഷ എഴുതുക. 90% എന്തായാലും സിമിലർ ആയിരിക്കും. ഒബ്വിയസ്ലി 10% നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിന് അവർക്ക് ഇഷ്ടമുള്ള പോലെ പഠിപ്പിക്കാവുന്നതുകൊണ്ടും ഇടാൻ പറ്റുന്നതുകൊണ്ടും അതിലൊരു വേരിയേഷൻ എന്തായാലും വരും. അത് നമുക്ക് അതും കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് പഠിപ്പിക്കൽ പോസിബിൾ അല്ല, ആർക്കും പോസിബിൾ അല്ല. പക്ഷേ +2 അത് പോസിബിൾ ആണ്. +2 നിങ്ങൾ ഫേസ് ചെയ്യാവുന്നത് ബോർഡ് എക്സാമിനേഷനാണ്.
അതെന്തിൻ്റെ ബേസ്ഡ് ആയിരിക്കും? ഒബ്വിയസ്ലി NCERT സിലബസ് ബേസ്ഡ് ആയിരിക്കും. മാത്രമല്ല നിങ്ങളുടെ PYQസും ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ PYQസും ക്ലാസ്സും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്താൽ CBSEക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ CBSE വർക്ക്ഷീറ്റ് സെപ്പറേറ്റ് ആയിരിക്കും, PYQ സെപ്പറേറ്റ് ആയിരിക്കും. അതും കൂടി കിട്ടിയ ധാരാളമാണ്. ഇതിൽ കൂടുതൽ നിങ്ങളൊന്നും ചെയ്യാനില്ല. ഇത് എൻ്റെ അലൻ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എനിക്ക് 94.6%, അലൻ സാർ 96+% CBSE ബോർഡ് എക്സാമിൽ കിട്ടി അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്താണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുക. അന്നത്തെ കാലത്ത് ഡിഫിക്കൽട്ട് ആയിരുന്നു കൂടുതൽ പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ എക്സ്പീരിയൻസും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ സാർ ഈ പറഞ്ഞ സബ്ജക്റ്റ് സെയിം ആണ്, പക്ഷേ കമ്പ്യൂട്ടർ സയൻസും ലാംഗ്വേജോ അത് നമ്മൾ ഓഫർ ചെയ്യുന്നില്ല. +1ലും +2ലും നമ്മൾ കമ്പ്യൂട്ടർ സയൻസും ലാംഗ്വേജസും CBSE കുട്ടികൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ക്ലാസ് ഓഫർ ചെയ്യുന്നുണ്ട്. ക്ലാസ് മാത്രമല്ല അതിന് ഈ പറഞ്ഞ എക്സ്ട്രാ കാര്യങ്ങളും. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് അടിപൊളിയായി മാർക്ക് വാങ്ങാൻ പറ്റും. +2കാരാണെങ്കിൽ ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളാണ് നമ്മുടെ CBSE ബാച്ചിൽ പഠിച്ച് ഈ പറഞ്ഞ മാർക്സ് വാങ്ങിച്ചത്. അപ്പോൾ ഈ CBSE സ്റ്റേറ്റ് +1 ബാച്ച് എക്സാമിനറിൻ്റെ എങ്ങനെയാണ് CBSEക്കാരെ പഠിപ്പിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതൽ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് മെയ് മാസം തന്നെ നമ്മുടെ +1 ബാച്ചും അതുപോലെ +2 ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നേരത്തെ പഠിച്ചില്ല സിലബസ് തീരാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കുക. ജോയിൻ ചെയ്യണം. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.